ഇന്ന് ഇവഞ്ച്വലി കെയ്ൻ ആ ഗോൾ അടിച്ചെങ്കിലും ഈ കളിയുടെ ഉടനീളം ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ബയണിന് ഒരു ഗോൾ നേടാനാവില്ലെന്ന് തന്നെയാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ആ ഡിഫൻസിൽ ആ പാച്ചോയുടെ പെർഫോമൻസ്. എന്തായാലും ഇന്ന് ആ ഒരു ഡിഫൻസിൽ പാച്ചോ ഒരു വൻമതിൽ തന്നെയായിരുന്നു. ബയൺ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു 90 മിനിറ്റ് വരെ ആ ഒരു മതിൽ മുറിച്ചു കടക്കാനായില്ലെന്നുള്ളതാണ്. ക്രോസുകൾ ഇടാൻ ശ്രമിച്ചു, ഡയഗണൽ ബോളുകൾ കളിക്കാൻ ശ്രമിച്ചു, നേരെ കളിച്ചു കയറാൻ നോക്കി. ഇതൊക്കെ ചെയ്തിട്ടും അവിടെ പാച്ചോ എന്നുള്ള ആ ഒരു ഡിഫൻഡറിനെതിരെ ബയണിന് കളിയിൽ ഒരു ആൻസർ ഉണ്ടായില്ലെന്ന് തന്നെയാണ്. അവസാനം കെയ്ൻ്റെ ആ ഒരു വേൾഡ് ക്ലാസ് ക്വാളിറ്റി കൊണ്ട് ബയൺ ഒരു ഗോൾ നേടി. ആ ഒരു മൊമെന്റിൽ നമുക്കറിയാം പാച്ചോ കറക്റ്റ് അവിടെ എത്തേണ്ടതായിരുന്നു, പക്ഷെ കെയ്ൻ അപ്പോഴത്തേക്കും ആ ഒരു ഷോട്ട് അൺലീഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. കെയ്ൻ്റെ ക്വാളിറ്റി നമുക്കറിയാലോ, ടപ്പേന്ന് സാധനം അടിച്ച് എന്തായാലും വലയിലെത്തിച്ചു. കംപ്ലീറ്റ് മാൻ ഓഫ് ദ മാച്ച് എന്തായാലും പാച്ചോ ആണ്. കാരണം അത്രയും അടിപൊളിയായിട്ട് ആ ഒരു ഡിഫൻസിനെ മാർഷൽ ചെയ്തു, ആ ഒരു ഡിഫൻസിനെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നിർത്തി. ആ ബയൺ നമുക്കറിയാം അത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് സൈഡ്സ് ആണ് ബയൺ. PSG മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം PSG ആ ഒരു ഫ്രീ ഫ്ലോയിങ് ഇതിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു. അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ടായിരുന്നു. എവേ ഫ്രം ഹോം ആ ഒരു അറ്റ്മോസ്ഫിയർ, ബയൺ തുടക്കത്തിൽ കൊണ്ടുവന്ന ആ ഒരു എനർജി, ഇതെല്ലാം കാരണം PSG ബാക്ക് ഫുട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എപ്പോഴും അങ്ങനെ ഒരു പ്ലെയർ അവിടെ റിലയബിൾ ആയിട്ട് ബാക്കിൽ വേണമെന്നുള്ളത് ഉറപ്പായിരുന്നു. ആൻഡ് യൂഷ്വലി നമുക്കറിയാം ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് കളിക്കുന്ന ടീമുകൾക്ക് ഇങ്ങനൊരു ചലഞ്ച് പലപ്പോഴും വരാറില്ല. ഇങ്ങനത്തെ ഒരു ബിഗ് ഗെയിമിൽ അങ്ങനെ ഒരു ചലഞ്ച് വരുമ്പോൾ ഒരു പക്ഷേ അവിടെ അടിപതറിയേക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ പാച്ചോ കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്റ്റ്, അത് ആ PSG ബാക്ക് ലൈനിനെ മൊത്തത്തിലൊന്ന് ഒരു കോൺഫിഡൻ്റ് ആക്കി ഈ ഒരു മത്സരത്തിൽ അവർക്ക് നല്ലോണം പിടിച്ചു നിൽക്കാനായി എന്ന് തന്നെയാണ്